നമസ്കാരം. ആത്മീയ കഥകളുടെ പുതിയ അധ്യായമാണ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ധാരാളമായി നാം കേട്ടിട്ടുള്ള, ആശയപരമായി നാം പരിചയപ്പെട്ടിട്ടുള്ള ഒരു ചിന്തയാണ് ഭക്തി എന്ന ചിന്ത. നമുക്ക് പരിചിതമാണ്. ധാരാളം ഭക്തരെ കണ്ടിട്ടുണ്ട്. ഭക്തന്റെ ബാഹ്യമായ ലക്ഷണങ്ങളൊക്കെ നമുക്കറിയാം. പലപ്പോഴും നാം ധരിച്ചു വച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളുമായി അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായി മതസ്ഥാപനങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുക, കൃത്യമായ മതമനുശാസിക്കുന്ന ചിട്ടകൾ പിന്തുടരുക, ഇതൊക്കെയാണ് ഭക്തൻ എന്നതിനെ നിർവചിക്കുന്നത്. ഇങ്ങനെ ഒരു ധാരണയിലാണ് പലപ്പോഴും നാം ഇടപെടുന്നതും നാം ഭക്തനാണോ എന്ന് തിരിച്ചറിയുന്നതും. ഭാരതത്തിലെ ആചാര്യന്മാർ ഏറെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചിന്തയാണ് എന്താണ് ഭക്തി എന്നത്. കേവലം ഒരു ബാഹ്യമായ ആചരണങ്ങൾക്കപ്പുറത്ത്, കുറേ മതമനുശാസിക്കുന്ന ചിട്ടപ്പെടുത്തലുകൾക്കപ്പുറത്ത് ഭക്തി കുറച്ചുകൂടി മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതകളെ സ്പർശിക്കുന്ന ഒരാശയമാണ്. ജ്ഞാനം, കർമ്മം, ഭക്തി, ഇങ്ങനെ പല സാധ്യതകൾ നമുക്ക് അവനവനെ ആവിഷ്കരിക്കാൻ, അവനവനിലെ ഈശ്വര സാന്നിധ്യത്തെ, ചൈതന്യത്തെ തിരിച്ചറിയാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആചാര്യന്മാർ. അതിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും പരിശീലിക്കുവാൻ എളുപ്പമുള്ള ഒരു മാർഗം ഭക്തിയാണ് എന്നതിന് കാരണം ഭക്തി ഹൃദയലയത്തിൻ്റെ കലയാണ് എന്നതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ പൊതുവെയുള്ള പ്രവർത്തനങ്ങൾ നോക്കിയാൽ അവൻ കൂടുതൽ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. വൈകാരികമായാണ് നാം കൂടുതൽ തീരുമാനമെടുക്കുന്നത്. വിചാരം കുറച്ചൊന്ന് പിന്നോട്ട് നിൽക്കുന്ന ഒരു കാലമാണ് ഇത്. ഇതിനെ സൂചിപ്പിക്കാനായിട്ടായിരിക്കണം മനുഷ്യൻ വികാരങ്ങളിൽ, മനുഷ്യൻ്റെ വൈകാരിക ഭാവങ്ങൾക്ക് പ്രാധാന്യം വരികയും ചിന്ത അല്പമൊന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമുക്ക് ഈ പറയുന്ന ഇന്നത്തെ കലിയുഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പത്മപുരാണത്തിൽ വളരെ ചിന്തോദ്ദീപകമായ ആശയങ്ങളെ സംവേദനം ചെയ്യുന്ന ഒരു കഥ സൂചിപ്പിക്കുന്നുണ്ട്. ആ കഥയുടെ രണ്ട് കഥാപാത്രങ്ങൾ, ആ കഥയിൽ നാം പരിചയപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങൾ, അവർ താരതമ്യേന വൃദ്ധരായ കഥാപാത്രങ്ങളാണ്. അത് ജ്ഞാനവും വൈരാഗ്യവുമാണ്. അവരുടെ അമ്മയാണ് ഭക്തി. അതിൽ ഭക്തി യുവതിയാണ്. യുവതിയായ അമ്മയ്ക്ക് വൃദ്ധന്മാരായ മക്കൾ. തീർച്ചയായും അത് വളരെ പ്രതീകാത്മകമായ ഒരു കഥയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകും. വൃന്ദാവനത്തിലെത്തിയ യുവതിയായ ഭക്തി തൻ്റെ വൃദ്ധരായ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന മക്കളെയും കൊണ്ട് വൃന്ദാവനത്തിലെത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭം മാത്രമൊന്നെടുത്ത് പരിശോധിക്കൂ. പുഷ്കലകാലമാണ്. ഹൃദയത്തിൻ്റെ, ഹൃദയഭാവങ്ങളുടെ, ഹൃദയാനന്ദത്തിൻ്റെ, ഹൃദയലാവണ്യങ്ങളുടെ പുഷ്കലകാലമാണ് വൃന്ദാവനത്തിൽ അലയടിക്കുന്ന ഭക്തിയുടെ കാലം. അവിടെ ജ്ഞാനവൈരാഗ്യങ്ങൾ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആധുനിക കാലത്ത് ഒരു വ്യക്തിക്ക് അവനവൻ്റെ ആത്മവിചിന്തനം നടത്തുന്നതിന്, അവനവനെക്കുറിച്ചുള്ള ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും എളുപ്പമായത് ഹൃദയാനുഭവങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് ഭക്തിയിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ്. ഭക്തനെ നിർവചിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തോട് മുഴുവൻ, തനിക്ക് ചുറ്റുപാടുമുള്ള സമസ്ത ജീവജാതികളോടും, മനുഷ്യനോട് മാത്രമല്ല പ്രപഞ്ചത്തോട് മുഴുവൻ ഹൃദയത്തിൽ ആദരവും സ്നേഹവും ഉള്ളവനാണ് ഭക്തൻ എന്നാണ്. നോക്കൂ, പലപ്പോഴും നാം ധരിച്ചു വച്ചിരിക്കുന്ന വളരെ ചുരുങ്ങിയ, വളരെ പരിമിതമായ ഇതാണ് ഭക്തൻ എന്ന നിർവചനത്തിൽ നിന്നും ഭക്തൻ എന്നതിൻ്റെ വിശാലമായ ഒരിടത്തേക്കാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്നത്. ശ്രീനാരദൻ സാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്നാണ് ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത്. മനുഷ്യഹൃദയത്തിലെ പരമമായ പ്രേമത്തിൻ്റെ അവസ്ഥയെയാണ് ഭക്തി എന്ന് പറയുന്നത്. അത് കേവലം ഒന്നിനോടുള്ളതല്ല, എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള അവസ്ഥയെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്.
ഭജ എന്ന ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന വാക്കുണ്ടായിട്ടുള്ളത്. സേവ എന്നാണ് ഭജ, സേവായാം എന്നാണ് അതിനർത്ഥം പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദാസനാണ് ഞാൻ. എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു സേവനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് അർഹതയുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ഭക്തനാകുന്നത്. എൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ, എൻ്റെ കുടുംബത്തോടുള്ള, എൻ്റെ സമൂഹത്തോടുള്ള, എൻ്റെ രാഷ്ട്രത്തോടുള്ള എൻ്റെ സ്വധർമ്മം നിർവഹിക്കുമ്പോഴാണ് ഞാൻ ഭക്തനാകുന്നത് എന്ന വിശാലമായ സാമൂഹ്യ ബോധത്തിലേക്കാണ്, സാമൂഹ്യ ചിന്തയിലേക്കാണ് വാസ്തവത്തിൽ യഥാർത്ഥ ഭക്തി നയിക്കുന്നത്. അത് കേവലം സ്വാർത്ഥതയല്ല, മറിച്ച് സ്വാർത്ഥതയെ ഇല്ലാതാക്കാനുള്ള ജീവിത കലയാണ് ഭക്തി. വിഷ്ണു പുരാണത്തിലെ ഒരാശയം ഇങ്ങനെയാണ്: സ്വധർമ്മകർമ്മ വിമുഖ കൃഷ്ണകൃഷ്ണേതി വാദിനഃ തേ ഹരേർദ്വേഷിനോ മൂഢാ ധർമാർത്ഥം ജന്മ യദ്ഹരേ. ഇതിൻ്റെ ആശയം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അവനവന് നിശ്ചയിച്ചിരിക്കുന്ന, അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന, അവനവൻ ചെയ്യേണ്ട സ്വധർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതെ കൃഷ്ണകൃഷ്ണേതി വാദിനഃ, അയാൾ വലിയ കൃഷ്ണകൃഷ്ണ എന്ന് ഏതു സമയവും ജപിക്കുന്നു, അയാൾ ക്ഷേത്രത്തിലോ പള്ളികളിലോ പോയി പ്രാർത്ഥിക്കുന്നു. പക്ഷേ താൻ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ ഒന്നും തന്നെ അയാൾ സമൂഹത്തോട്, രാഷ്ട്രത്തോട്, കുടുംബത്തോട് ഇതൊന്നും നിർവഹിക്കുന്നുമില്ല. പുരാണം പറയുന്നു അയാൾ ഹരിദ്വേഷിയാണ്. അയാൾ ഭഗവാനെ ദ്വേഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഭഗവാൻ ജന്മമെടുത്തിരിക്കുന്നത് സ്വധർമ്മം ആചരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കർമ്മം ചെയ്യാത്തവനെ ഇതിൽ നിന്നൊക്കെ വിടുതൽ നേടുന്നതിന് വേണ്ടിയിട്ട്, ഇതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നതിന് വേണ്ടി ഭക്തിയെ കൂട്ടുപിടിക്കുന്നവനെ ഒരിക്കലും ആചാര്യന്മാർ അംഗീകരിക്കുന്നില്ല. അവർ ഹരിദ്വേഷികളാണ് എന്ന കഠിനമായ പദം പ്രയോഗിച്ചുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തി ലോകത്തെ മുഴുവൻ ചേർത്തു നിർത്താനുള്ള ഭക്തൻ്റെ ഉത്തരവാദിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഹൃദയം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാം. ഹൃദയാനന്ദത്തിൻ്റെ കാലമാണിത്. ഈ ആനന്ദത്തിൻ്റെ സാധ്യതയെ നമുക്ക് കൂടുതൽ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ കുറച്ചുകൂടി മനോഹരമായ ഒരിടമാക്കി തീർക്കാൻ നമ്മെക്കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യാനായി പരിശ്രമിക്കാം. നമസ്കാരം.